എന്നാ നിങ്ങൾക്കറിയോ? ഓമശ്ശേരിയിൽ ഒരു പരിപാടി നടന്നു കഴിഞ്ഞ ദിവസം. ഈ ഓമശ്ശേരിയില് പരിപാടി നടക്കുമ്പോ അവിടെ എന്താ സംഭവിച്ചറിയോ? OP അബ്ദുസ്സലാം മൗലവി അതിന്റെ നോട്ടീസ് അടക്കം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. OP അബ്ദുസ്സലാം മൗലവി ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അവർക്കിടയിൽ ഹദീസ് പണ്ഡിതനായി പരിചയപ്പെടുത്തപ്പെടുന്ന OP അബ്ദുസ്സലാം മൗലവി അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ അനുഭവക്കുറിപ്പ്, ആ ആഫ്രിക്കൻ അനുഭവക്കുറിപ്പ് എഴുതിയപ്പോ അദ്ദേഹം ആഫ്രിക്കയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോ ആഫ്രിക്കയിലുണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ കഴുത്തിൽ മുഴ, ഒരു ആദിവാസി പെണ്ണിന്റെ കഴുത്തിൽ മുഴ. OP അബ്ദുസ്സലാം മൗലവി ഇവിടുന്ന് പോയൊരു പണ്ഡിതനാണ്. ഇസ്ലാമിക വേഷം ധരിച്ചിട്ട് കാട്ടിലൂടെ നടന്നു പോകുന്ന OP അബ്ദുസ്സലാം മൗലവിയെ കണ്ടപ്പോ നേരെ ഓടി വന്നു ആര്? ഈ കഴുത്തിൽ മുഴ ബാധിച്ച ആദിവാസി പെണ്ണ്. എന്നിട്ട് ചോദിച്ചു, വല്ലതുണ്ടോ? എനിക്ക് മുഴ ഒരുപാട് ചികിത്സിച്ചു മാറുന്നില്ല, അങ്ങയുടെ കയ്യിൽ വല്ലതുമുണ്ടോ? OP അബ്ദുസ്സലാം മൗലവി പറയാം, ഞാൻ വെള്ളം മന്ത്രി ചൂതി കൊടുത്തു. ആ മന്ത്രി ചൂതി കൊടുത്ത വെള്ളം കൊടുത്ത് രാവിലെയും വൈകുന്നേരവും ഈ മുഴ കഴുകി അവസാനം മുഴ നീങ്ങിപ്പോയി, മുഴ മാറി. ഈ വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്ന ആളാരെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായ നേതാവ്. എന്നിട്ട് അദ്ദേഹം ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞിട്ട് ഓമശ്ശേരിയിൽ വന്നിട്ട് പരിപാടി നടത്തി 2011 മാർച്ച് 1. ആ പരിപാടിയിൽ ഇതേ ചോദ്യം വന്നു സ്റ്റേജിലേക്ക്. സ്റ്റേജിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമത്തിന്റെ എഡിറ്റർ, മാധ്യമ പത്രത്തിന്റെ എഡിറ്റർ O അബ്ദുറഹ്മാൻ സാഹിബുണ്ട്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതരായ നേതാക്കളിരിക്കുന്ന സ്റ്റേജിലേക്ക് വെള്ളം മന്ത്രി ചൂതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ ആഫ്രിക്കൻ പര്യടനത്തിൽ കഴുത്തിൽ മുഴ ബാധിച്ച പെണ്ണിന് വെള്ളം മന്ത്രി ചൂതി കൊടുത്തിട്ട് അവരുടെ മുഴ മാറിയ സംഭവം എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ വെള്ളത്തിൽ മന്ത്രി ചൂതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ OP അബ്ദുസ്സലാം മൗലവി എഴുന്നേറ്റിട്ട് ധൈര്യസമേതം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബിനെയും O അബ്ദുറഹ്മാൻ സാഹിബിനെയും അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, അതിന് എന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ആകെ വിവാദമായി, പരിപാടി നിർത്തിവെച്ച് പോകേണ്ടി വന്നു. പിറ്റേ ദിവസം 2011 മാർച്ച് 3 പുറത്തിറങ്ങിയ ചന്ദ്രിക കാണാം, ജമാഅത്തെ ഇസ്ലാമിയുടെ നയംമാറ്റം സ്വാഗതാർഹം, SKSSF.